ഇന്റലിജൻസ് എന്നാൽ എന്താണെന്നറിയാമോ? ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ചുമതലയേറ്റതിനു ശേഷം ഇന്ത്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കൗണ്ടർ ഇന്റലിജൻസ്. ഭീകരപ്രവർത്തനം കണ്ടെത്തുക, അതിർത്തിക്കപ്പുറം പാകിസ്ഥാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുക, അങ്ങനെ ഭീകരപ്രവർത്തനം നിയന്ത്രിക്കാൻ കഴിയുക, ഇതാണ് കൗണ്ടർ ഇന്റലിജൻസിന്റെ ലക്ഷ്യം. അതിൽ ഇന്ത്യ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. വിദേശ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ അന്വേഷണവും വിലയിരുത്തലുകളും നടത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി ഇന്ത്യൻ ഇന്റലിജൻസ് മാറിക്കഴിഞ്ഞു. മുൻ സർക്കാരുകൾ പലപ്പോഴും അവഗണിച്ചിരുന്ന ഈ മേഖലയ്ക്ക് ഇപ്പോൾ ദേശീയ സുരക്ഷാ സ്ഥാപനങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ സുരക്ഷാ രംഗങ്ങളിൽ അതിർത്തികളിൽ മാത്രമല്ല രാജ്യത്തിന്റെ ഉള്ളിലും വിവിധ മുന്നണികളിൽ നിന്ന് ഭീഷണി നേരിട്ടുവെന്നും സർക്കാർ അവകാശപ്പെടുന്നു. വിദേശ ശക്തികൾ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് സൈനിക മേഖലകളിൽ നുഴഞ്ഞുകയറാനും വിവിധ സംസ്ഥാനങ്ങളിൽ രേഖകളുടെ വ്യാജ പതിപ്പ് നിർമ്മിക്കാനും ഉയർന്ന സുരക്ഷാ സ്ഥാപനങ്ങളിൽ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ISI, ചൈനീസ് ഇന്റലിജൻസ്, ബംഗ്ലാദേശ് ഭീകരപ്രവർത്തകർ, പാശ്ചാത്യ ഇന്റലിജൻസുകൾ എന്നിവരൊക്കെ ഇന്ത്യയിൽ സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസികൾ ഈ പ്രവർത്തനങ്ങളെ തകർക്കുകയും ഏജന്റുമാരെയും അതിർത്തിക്കുള്ളിൽ അനധികൃതമായി കടന്നുകൂടിയവരെയും പിടികൂടുകയും ചെയ്തു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം വിവിധ സംസ്ഥാനങ്ങളുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം UAPA പ്രകാരം കേന്ദ്ര ഏജൻസിയായ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസുകൾ നടത്തുന്നു. അവർ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ ഏകദേശം 95% വിജയം നേടിയിട്ടുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോ ആഭ്യന്തര ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുകയും തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായി മൾട്ടി ഏജൻസി സെന്റർ നടത്തുകയും ചെയ്യുന്നു. റിസർച്ച് ആൻഡ് അനലിസിസ് വിംഗ് വിദേശ ഏജന്റുമാരെയും അതിർത്തി കടന്നുള്ള ഇന്റലിജൻസ് പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നു. ഇന്തോ നേപ്പാൾ അതിർത്തി കാക്കുന്ന നശാസ്ത്ര സീമ ബൽ ചൈനീസ് ഇന്റലിജൻസ് നുഴഞ്ഞുകയറ്റം തടയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിലെ സംസ്ഥാന പോലീസ് രഹസ്യ നീക്കങ്ങളുടെ ആദ്യഘട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിർത്തി സുരക്ഷാ സേനയും സൈനിക യൂണിറ്റുകളും വിദേശ ഇന്റലിജൻസ് ഭീകര ഭീഷണികൾ ഒരുമിച്ചെത്തിയ സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി. ഇന്ത്യയുടെ സുരക്ഷാ രംഗത്ത് ഉടനീളമുള്ള കഴിഞ്ഞ ദശകത്തിലെ പ്രതിരോധ ഇന്റലിജൻസ് പ്രവർത്തനങ്ങളിൽ ഒരു വ്യക്തമായ പാറ്റേൺ ദൃശ്യമാണ്. ISIയുടെ ചാരവൃത്തിയുടെ വ്യാപ്തി ജമ്മു കാശ്മീരിന് പുറത്താണ്. ദില്ലി കന്റോൺമെന്റിൽ പോലും സാങ്കേതിക നിരീക്ഷണ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വിശാഖപട്ടണം നാവിക ചാരവൃത്തി കേസിൽ മാത്രം നിരവധി അറസ്റ്റുകൾ ഉണ്ടായി. ചൈന നേപ്പാൾ വഴി ക്ഷമയോടെ ചിട്ടയായ ഒരു ഇന്റലിജൻസ് പ്രചാരണം നടത്തുന്നു. ദില്ലിയിലെ വ്യാജ ബുദ്ധഭിക്ഷുകൾ മുതൽ ബീഹാർ അതിർത്തിയിലെ സൈനിക സ്ഥാപനങ്ങളുടെ ചിത്രീകരണം വരെ 2022 മുതൽ 2025 വരെയുള്ള കാലയളവിലെ നിരവധി അറസ്റ്റുകൾ ഇത് യാദൃശ്ചികമല്ല, മറിച്ച് ഏകോപനമാണെന്ന് സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ഇന്റലിജൻസ് രംഗം പ്രവർത്തനക്ഷമമായി കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ കൃത്യതയുള്ളതും നിയമപരമായി ശക്തമായും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ബന്ധമുള്ളതുമാണ്. എന്നിരുന്നാലും ഭീഷണിയും അതേ അളവിൽ പരിണമിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.